Children, I'd like to welcome all of you here today. വേദിയിലുള്ള വിശിഷ്ടാതിഥികളെ, അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, പ്രത്യേകിച്ച് കുട്ടികളെ, ഞങ്ങളെ എല്ലാവരെയും ഇങ്ങോട്ടേക്ക് സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടി ആഗ്രഹിക്കുന്നു. Siddiqui was saying that I feel that Wayanad is family. സിദ്ദിഖ് ഇവിടെ പറഞ്ഞത് അദ്ദേഹത്തിന് തോന്നുന്നു, അദ്ദേഹം വിശ്വസിക്കുന്നത് വയനാട് എന്റെ കുടുംബമാണ് എന്ന് വിശ്വസിക്കുന്നു. For example, Priyanka is my family. ഉദാഹരണത്തിന് പ്രിയങ്കാജി എന്റെ കുടുംബം അംഗമാണ്. This is not just an empty word that we were born as brother and sister. ഇത് ഞങ്ങള് ചേട്ടനും അനിയത്തിയുമായിട്ട് ജനിച്ചത് ഒരു MP ആയിട്ടല്ല. She is my family and I am her family because in difficult times she is there for me and I am there for her. ഞങ്ങൾ രണ്ടുപേരും ചേട്ടനും സഹോദരനും സഹോദരിയുമായിട്ട് നിൽക്കുന്നത് ഞങ്ങളുടെ രണ്ടുപേരുടെയും ഏറ്റവും പ്രയാസകരമായ കാലത്ത് ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുക കൂടിയാണ്. If her son is having some difficulty, then I am there as much as she is there. അത് അവരുടെ മകന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാകുകയാണെങ്കിൽ അവരുള്ള പോലെ തന്നെ അതിനുവേണ്ടി ഞാനും ഉണ്ട്. So family is not just a relationship, it is a type of behavior. അതുകൊണ്ട് കുടുംബം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ബന്ധം മാത്രമല്ല, നമ്മൾ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളത് കൂടിയാണ്. So when I say she is my family, I am saying that she is going to behave in a particular way with me. അതുകൊണ്ട് ഞാൻ അവരെന്റെ കുടുംബാംഗമാണെന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് അവരെന്നോട് പെരുമാറുന്നത് ഒരു പ്രത്യേകമായ ഒരു രീതിയിലാണ് എന്നുള്ളതാണ്. And I am going to behave in a particular way with her. അതേപോലെ തന്നെ പ്രത്യേകമായ ഒരു രീതിയിലാണ് ഞാൻ അവരോട് പെരുമാറുന്നത്. When she needs me, I will be there. When I need her, she will be there. എനിക്ക് എന്തെങ്കിലും ആവശ്യമുള്ളപ്പോൾ അവർ എനിക്ക് വേണ്ടി ഉണ്ടാകും, അവർക്ക് എന്തെങ്കിലും ആവശ്യമുള്ളപ്പോൾ ഞാൻ അവർക്ക് വേണ്ടി ഉണ്ടാകും. So why am I saying this to you? Because when I was being attacked, brutally attacked, the people of Wayanad protected it. ഞാൻ എന്തുകൊണ്ടാണ് നിങ്ങളോടത് പറയുന്നത് എന്ന് വെച്ചാൽ, എന്നെ ആക്രമിക്കപ്പെട്ടപ്പോൾ, ഞാൻ ഏറ്റവും ക്രൂരമായി ആക്രമിക്കപ്പെട്ടപ്പോൾ എന്റെ ഒപ്പം നിന്നത് വയനാടിലെ ജനങ്ങളാണ്. And that is what a family member does. അതാണ് ഒരു കുടുംബാംഗം ചെയ്യുന്നത്. So you treated me in exactly the same way my sister or my mother would treat me. അതുകൊണ്ട് നിങ്ങൾ എന്നോട് സ്നേഹിച്ചത്, എന്നോട് പെരുമാറിയത് എന്റെ സഹോദരിയും എന്റെ അമ്മയുമൊക്കെ ചെയ്യുന്ന അതേ നിലയിലാണ്. And by your behavior you created a bond with me. അതുകൊണ്ട് നിങ്ങൾ എന്നോട് പെരുമാറിയത് കൊണ്ട്, എങ്ങനെയാണോ പെരുമാറിയത് അതുകൊണ്ട് നമ്മൾ തമ്മിലുള്ള ഒരു ബന്ധം ഉണ്ടായി. So I have no choice but to treat you as family members. അതുകൊണ്ട് എനിക്ക് മറ്റു മാർഗമില്ല, ഞാൻ നിങ്ങളെ ഒരു കുടുംബാംഗം പോലെ നിങ്ങളെ പരിഗണിക്കുക മാത്രമേ എനിക്ക് മാർഗമുള്ളൂ. Because you could have very well said to me that no, we are not going to protect this land. അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നോട് പറയാമായിരുന്നു, ഇല്ല ഞാൻ നിങ്ങളെ സംരക്ഷിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് എന്നോട് വേണമെങ്കിൽ പറയാമായിരുന്നു. But you didn't. You said this man is being unfairly treated and we are going to protect him. പക്ഷെ നിങ്ങൾ പറഞ്ഞത് ഇല്ല, ഈ മനുഷ്യനെ അന്യായമായി പീഡിപ്പിക്കപ്പെടുന്നു, അന്യായമായി ആക്രമിക്കപ്പെടുന്നു, അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളോടൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ പറഞ്ഞത്. And when you recognize family, you recognize them in difficult times and bad times. അതുകൊണ്ട് നിങ്ങൾ ഒരു കുടുംബത്തെ നിങ്ങൾ മനസ്സിലാക്കുന്നത് നിങ്ങൾ അവരുടെ ഏറ്റവും കഷ്ടതയുള്ള സമയത്ത്, ഏറ്റവും ബുദ്ധിമുട്ടുള്ള സമയത്ത് അവരോടൊപ്പം നിൽക്കുന്നത് കൊണ്ടാണ്. So this is something that I will never forget my whole life. അതുകൊണ്ട് ഞാൻ എന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒന്നാണ് ഈ ബന്ധം. Priyanka ji said about Oman Chandy ji, in whose name we are inaugurating this hall. പ്രിയങ്ക ഗാന്ധി ഈ ഉമ്മൻചാണ്ടിയെ കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. ഈ ഓഡിറ്റോറിയം നാമകരണം ചെയ്തിരിക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ പേരിലാണ്. That he was a humble person. പറഞ്ഞത് അദ്ദേഹം വളരെ വിനയാന്വിതനായ ഒരു മനുഷ്യനാണ് എന്നുള്ളതാണ്. Chief Minister of Kerala was a humble person. കേരളത്തിന്റെ മുഖ്യമന്ത്രി വിനയാന്വിതനായ ഒരു മനുഷ്യനായിരുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. And you might meet other leaders from all levels who get a little bit of power and they become arrogant. നിങ്ങൾ പല നേതാക്കന്മാരെ നിങ്ങൾ കണ്ടിട്ടുണ്ട്, അവർക്ക് ഏതെങ്കിലും ചെറിയ ഒരു അധികാര സ്ഥാനം കിട്ടിയാൽ തന്നെ വലിയതായ അഹങ്കാരത്തോടുകൂടി പെരുമാറുന്ന, അധികാരത്തോടുകൂടി പെരുമാറുന്ന നേതാക്കന്മാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. There are very senior leaders in India at the national level
who have no humility whatsoever. ദേശീയ നേതൃത്വത്തിൽ തന്നെ നോക്കിയാൽ ഒട്ടേറെ നേതാക്കന്മാരുണ്ടാകും, അവർക്ക് ഒരു തരത്തിലുള്ള സഹാനുഭൂതിയും ഇല്ലാതെ പെരുമാറുന്ന നേതാക്കന്മാർ. But what is it that made Oommen Chandy ji humble? പക്ഷെ എന്താണ് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മനുഷ്യനെ ഒരു വിനയാനുദ്ധനായി നിലനിർത്തിയത് എന്താണ് എന്നുള്ളത് ചിന്തിക്കണം. It was the connection he had with the people of Kerala. അദ്ദേഹത്തിന് കേരളത്തിലെ ജനങ്ങളുമായി ഉണ്ടായിരുന്ന ബന്ധമാണ് അദ്ദേഹത്തെ വിനയാന്വിതനായി നിലനിർത്തിയത്. If you listen to the common farmer of Kerala, the laborer of Kerala, the small businessman of Kerala, or even the little children of Kerala, you cannot be anything but humble. നിങ്ങൾ ഇവിടുത്തെ ഈ സാധാരണക്കാരായ മനുഷ്യരോട്, അവരുടെ ചെറിയ സാധാരണക്കാരായ കർഷകരോട്, ചെറുകിട വ്യാപാരികളോട്, അത്തരത്തിലുള്ള മനുഷ്യരോട്, കുട്ടികളോട് പോലും നിങ്ങൾ അവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും പിന്നെ വിനയാന്വിതനായ അല്ലാതെ പെരുമാറാൻ സാധിക്കില്ല. But to listen to them you need space for where the conversation happens. പക്ഷെ അവരോട് നിങ്ങൾ ശ്രദ്ധിക്കണമെങ്കിൽ, അവരെ നിങ്ങൾ കേൾക്കണമെങ്കിൽ അതിനുള്ള ഇടങ്ങൾ ഉണ്ടാവും. അവരെ ചേർത്ത് നിർത്താൻ കഴിയുന്ന, അവരോട് സംവദിക്കാൻ കഴിയുന്ന ഇടങ്ങൾ ഉണ്ടാവണം. Today democratic spaces are being shut across the country. ഇന്ന് രാജ്യത്ത് മുഴുവൻ ജനാധിപത്യപരമായിട്ടുള്ള എല്ലാ ഇടങ്ങളും അടച്ചു വെക്കപ്പെട്ടിരിക്കുകയാണ്. And I am really happy that we are inaugurating a democratic space over here. അതുകൊണ്ട് എനിക്ക് വലിയ സന്തോഷമുണ്ട്, നമ്മൾ ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്ന തുടങ്ങുന്നത് ഒരു ജനാധിപത്യ ഇടം നമ്മൾ തുറന്നു കൊടുക്കുകയാണ്. Where people can come, they can discuss their issues, they can discuss what they disagree upon and protect the democratic foundation and the constitution of our country. ജനങ്ങൾക്ക് ഇവിടെ കടന്നു വരാനും അവരുടെ വിഷമതകൾ പറയാനും അവരുടെ വിമർശനങ്ങൾ പറയാനും അതുപോലെ ആ ജനാധിപത്യ സ്വഭാവം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഇടമായി ഇത് മാറുകയാണ്. I've seen now Kerala quite closely. I've seen Kerala quite closely. ഞാൻ ഇപ്പോൾ കേരളത്തെ വളരെ അടുത്ത് നിന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. I used to, before I became MP, I used to come to Kerala, but I didn't go into detail. ഞാനൊരു എം പി ആവുന്നതിന് മുമ്പ് ഞാൻ കേരളത്തിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഈ സംസ്ഥാനത്തിന്റെ പ്രവർത്തനത്തെ സംബന്ധിച്ച് ആഴത്തിലേക്ക് ഞാൻ ഒരിക്കലും പോയിട്ടുണ്ടായിരുന്നില്ല. And now I know, or I understand better, how important the panchayat is for the democratic process. ഞാനിപ്പോൾ ജനാധിപത്യത്തിന്റെ പ്രക്രിയയിൽ പഞ്ചായത്തുകൾക്ക് എത്രമാത്രം പ്രാധാന്യമുള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. The foundation of politics in Kerala is built in these homes. കേരളത്തിലെ രാഷ്ട്രീയത്തിന്റെ അടിത്തറ ഉണ്ടാക്കിയിരിക്കുന്നത്, കെട്ടിപ്പൊക്കിയിരിക്കുന്നത് ഈ ഇതിന്റെ പഞ്ചായത്തുകളിലാണ്. And it is something that Kerala can teach to the rest of the country. ഇത് രാജ്യത്തെ മറ്റ് ഭാഗങ്ങളിൽ, മറ്റ് സംസ്ഥാനങ്ങളിൽ കേരളത്തിന് പഠിപ്പിക്കാൻ കഴിയുന്ന ഒന്നാണ്. So I see Kerala as a very, very strong democratic model for the country. അതുകൊണ്ട് ഞാൻ കേരളത്തെ എപ്പോഴും വളരെ വലിയ ഒരു ജനാധിപത്യത്തിന്റെ ഒരു മോഡലായി ആണ് ഞാൻ എപ്പോഴും കേരളത്തെ കാണുന്നത്. I once again like to thank everybody who has come to this function. ഞാൻ ഒരിക്കൽ കൂടി ഇന്ന് ഈ വേദിയിലേക്ക് എത്തിയിട്ടുള്ള എല്ലാവരെയും നന്ദിയോടെ സ്മരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Thank you for coming, but also thank you for protecting the democratic functioning of our country. ഇവിടെ വരുന്നതിന് മാത്രമല്ല ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ പ്രക്രിയയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ശ്രമിക്കുന്നതിനും കൂടി ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. And for keeping the big leaders humble. ഈ രാജ്യത്തെ ഈ സംസ്ഥാനത്തെ വലിയ നേതാക്കന്മാരെ വിനയാന്വിതരായി നിലനിർത്തുന്നതിന് കൂടി ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. Thank you very much. നന്ദി.